നമസ്കാരം. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഞാൻ മരങ്ങളും ചെടിയും കുറിച്ച് പറയാനാണ് പോകുന്നത്. ഇത് തെങ്ങാണ്, കേരള വൃക്ഷം. ഈ തെങ്ങിൽ നമുക്ക് തേങ്ങ കിട്ടും. ഇത് പാവാണ്, ഈ പാവിന് നമുക്ക് ചക്ക കിട്ടും. ഇത് റംബൂട്ടാണ്, ഈ റംബൂട്ടിന് നമുക്ക് റംബൂട്ടാപ്പഴം കിട്ടും. ഇത് മുനിയാണ്, ഇതിന് നമുക്ക് മുനിങ്ങയ്ക്ക കിട്ടും. ജാമയാണ്, ഇതിന് നമുക്ക് ജാമയ്ക്ക കിട്ടും. ഇത് പേരയാണ്, ഇതിന് നമുക്ക് പേരയ്ക്ക കിട്ടും. ഇത് സീത ചെടിയാണ്, ഇതിന് നമുക്ക് സീതപ്പഴം കിട്ടും. ഇത് വാഴച്ചെടിയാണ്, ഇത് ഔഷധ ഗുണമുള്ളതാണ്, ഇതിന് നമുക്ക് പഴം കിട്ടും. ഇത് മാവാണ്, ഇതിന് നമുക്ക് മാങ്ങ കിട്ടും. ഇത് ഇലന്ത ചെടിയാണ്, ഇതിന് നമുക്ക് ഇലന്ത പഴം കിട്ടും. ഇത് സപ്പോട്ടയാണ്, ഇതിന് നമുക്ക് സപ്പോട്ട പഴം കിട്ടും. ഇത് ആത്തിയാണ്, ഇതിന് നമുക്ക് ആത്തിപ്പഴം കിട്ടും. ഇത് കരിവേപ്പില ചെടിയാണ്, ഇത് ഔഷധ ഗുണമുള്ള ഇത് ബോഞ്ചിക്ക ചെടിയാണ്, ഇതിന് നമുക്ക് ബോഞ്ചിക്ക പഴം കിട്ടും. ഇത് തുളസി ചെടിയാണ്, ഇത് ഔഷധ ഗുണമുള്ള ചെടിയാണ്. ഇത് മുന്തിരി ചെടിയാണ്, ഇതിന് നമുക്ക് മുന്തിരി പഴം കിട്ടും. ഇത് പുളിമരമാണ്, ഇതിന് നമുക്ക് പുളി കിട്ടും. ഇത് നെല്ലിച്ചെടിയാണ്, ഇതിന് നമുക്ക് നെല്ലിക്ക കിട്ടും. ഇത് പപ്പായാണ്, ഇതിന് നമുക്ക് പപ്പായ കിട്ടും. ഇത് വേപ്പമരമാണ്, ഇത് ഔഷധ ഗുണമുള്ള വേപ്പമരം. ഇത് ഡ്രാഗൺ ചെടിയാണ്, ഇതിന് നമുക്ക് ഡ്രാഗൺ പഴം കിട്ടും. ഇത് മാതളം ചെടിയാണ്, ഇതിന് നമുക്ക് മാതളം പഴം കിട്ടും. ഇത് ഓറഞ്ച് ചെടിയാണ്, ഇതിന് നമുക്ക് ഓറഞ്ച് കിട്ടും. ഇത് കുരുമുളക് ചെടിയാണ്, ഇതിന് നമുക്ക് കുരുമുളക് കിട്ടും. ഇത് സുഗന്ധവ്യഞ്ജനമാണ്. എൻ്റെ വീട്ടിലുള്ള ഞാൻ മരങ്ങളും പറഞ്ഞത് നന്ദി.